ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷാജീസ് ലൈഫ് സ്റ്റൈലിൽ സ്വാഗതം. ഇന്ന് ഞാനൊരു പുതിയ പ്ലാന്റിനെ പരിചയപ്പെടുത്താണ്. സൺഡ്രോപ്പ് എന്നാണ് അതിൻ്റെ പേര്. അപ്പം ഈ സൺഡ്രോപ്പിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. നമുക്ക് ആ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ സൺഡ്രോപ്പ് പ്ലാന്റ്. ഇത് നമ്മുടെ അർസാബോയുടെ ഒരു ഇനത്തിൽപ്പെട്ട ഒരു ഫ്രൂട്ട് പ്ലാന്റാണ് സൺഡ്രോപ്പ്. അർസാബോയുടെ അത്രയും തന്നെ, ആ ഫ്രൂട്ടിൻ്റെ അത്രയും തന്നെ ഈ ഫ്രൂട്ടിന് പുളി കുറവാണ്. പക്ഷേ എന്നാലും അതിനേക്കാളും ഒന്നും കൂടെ ടേസ്റ്റുള്ള ഒരു ഫ്രൂട്ടാണ് സൺഡ്രോപ്പ്. ഇതിൻ്റെ പേര് പോലെ തന്നെ സൺഡ്രോപ്പ്, അതിൻ്റെ പേര് പോലെ തന്നെ സൂര്യപ്രകാശം നല്ലപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റാണ് സൺഡ്രോപ്പ്. ഇത് നട്ട് ഏകദേശം ഒരു 2 വർഷം ആകുമ്പോഴത്തേക്ക് അത്യാവശ്യം ഇതിൽ ഫ്ലവർ ആവുകയും അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ ഫ്ലവർ ആയി കഴിഞ്ഞാൽ അധികം താമസമില്ലാതെ തന്നെ ഇത് ഫ്രൂട്ടാവുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് നല്ല ഓറഞ്ചിനേക്കാളും കാൽസ്യത്തിൻ്റെ ഒരു കലവറയുള്ള ഒരു ഫ്രൂട്ടാണ്. അപ്പോൾ ഒരു ഫ്രൂട്ട് ഉണ്ടെങ്കിൽ ഏകദേശം നമുക്ക് 8 ഗ്ലാസ് ജ്യൂസിന് പറ്റിയ ഫ്രൂട്ട് നമുക്ക് ഈ സൺഡ്രോപ്പിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചെറിയ പ്ലാന്റ് ആയതുകൊണ്ട് ഇത് നല്ല ഓർഗൻമെൻ്റൽ പ്ലാന്റ് ആയിട്ട് നമ്മളെ വീടിൻ്റെ മുറ്റത്തും ഒക്കെ വെച്ച് വെക്കാൻ കഴിയുന്ന, ചട്ടിയിലും അതുപോലെ തന്നെ മണ്ണിലുമൊക്കെ നല്ലപോലെ ഉണ്ടാകുന്ന ഒരു ചെടിയാണിത്. ഇതിപ്പോൾ നട്ടിട്ട് ഏകദേശം 1 വർഷം ആകുന്നേ ഉള്ളൂ. ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ തന്നെ ഇതിനകത്ത് ഫ്ലവർ ആയിട്ടുണ്ട്. ഇവിടെയൊക്കെ നല്ലവണ്ണം ഫ്ലവർ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് മഴ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നത്. കാരണം വെച്ചാൽ ഇതിൻ്റെ ഫ്ലവറൊക്കെ കുറേയൊക്കെ പൊഴിഞ്ഞു പോകുന്നുണ്ട്. എന്നാലും കുറേയൊക്കെ ഫ്രൂട്ടായിട്ട് മാറുമെന്നുള്ള പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. അതുപോലെ ഇതിപ്പോൾ നമുക്ക് ചട്ടിയിലാണ് ഞാൻ നട്ടിരിക്കുന്നത്. ഇതിന് ഒരുപാട് പരിചരണത്തിനൊന്നും ആവശ്യമില്ല. അത്യാവശ്യം ചാണകപ്പൊടി, കുറച്ച് എല്ലുപൊടിയൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് ഇത് ഹെൽത്തി ആയിട്ട് ഇത് വളർന്നുകൊള്ളും. അപ്പോൾ നമ്മുടെ സൺഡ്രോപ്പിനെ പറ്റിയുള്ള വിവരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു പുതിയ വീഡിയോയെ കാണുമ്പോൾ എല്ലാവർക്കും ബായ്.